വിവാദമായ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട രാജ്ഭവൻ. വേദിയിൽ RSS പരിപാടിയിലേതിന് സമാനമായ ചിത്രം വെച്ചെന്ന് ആരോപിച്ച് കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ചതിന് പിന്നാലെയാണ് രാജ്ഭവൻ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. റഹീസ് റഷീദ് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി നടത്താൻ കഴിയില്ല എന്നതായിരുന്നല്ലോ കൃഷിവകുപ്പിന്റെ, കൃഷിമന്ത്രിയുടെ നിലപാട്. ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന പരിസ്ഥിതി ദിനാഘോഷ ചിത്രം എങ്ങനെയുള്ളതാണ്? സുജയ, സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ദിനാഘോഷ ചടങ്ങുകൾ നമുക്ക് പിന്നിലുള്ള രാജ്ഭവനിൽ വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെ തന്നെ രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ നടന്നു. നേരത്തെ നിശ്ചയിച്ച ഒരു പരിപാടി ആയിരുന്നില്ല, കാരണം സർക്കാരിന്റെ പരിപാടി ഉള്ളതുകൊണ്ട് രാജ്ഭവനിൽ മറ്റൊരു പരിപാടി നിശ്ചയിച്ചിരുന്നില്ല. സർക്കാർ പരിപാടി മാറ്റിയപ്പോൾ രാജ്ഭവൻ പരിപാടി നടത്തി. അതിൽ 5 തൈകളാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നട്ടത്. അതിൽ ഒരു തൈക്ക് സിന്ദൂറിന്റെ പേര് നൽകി. അതൊരു വരിക്കപ്ലാവിന്റെ തൈയാണ് വെച്ചത്. അതിന്റെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. പുറത്തുവിട്ട ചിത്രങ്ങളിൽ എന്താണോ സർക്കാർ ഈ പരിപാടിക്ക് പ്രശ്നം പറഞ്ഞത് അതേ കാര്യങ്ങൾ അവിടെ രാജ്ഭവനിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന 2 ചിത്രങ്ങളുണ്ട്. ഒന്ന്, അവിടെ ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന ഗവർണർ നടത്തുന്ന ഒരു ചിത്രമുണ്ട്. അതിന് മുമ്പിലെ തിരി കൊടുക്കുന്ന ഒരു ചിത്രവും കൂടിയുണ്ട്. ഈ 2 കാര്യങ്ങളും നടക്കില്ല, അതിന് സംസ്ഥാന സർക്കാർ അനുകൂലമല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സർക്കാർ പരിപാടി മാറ്റിവെച്ചത്. പക്ഷേ നേരത്തെ എന്താണോ രാജ്ഭവൻ ഇക്കാര്യത്തിൽ തീരുമാനിച്ചത് അതേപടി തന്നെ രാജ്ഭവനിൽ ഇന്ന് നടന്നു. സ്വാഭാവികമായും ഇന്ന് രാജ്ഭവനിൽ മറ്റു പരിപാടികളൊന്നുമില്ല. അതായത് തൈ നടൽ പുറത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. നേരത്തെ നിശ്ചയിച്ച സെൻട്രൽ ഹാളിൽ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഹാളിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഭാരതമാതാവിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്നിട്ട് പോലും സർക്കാർ അതിൻ്റെ പേരിലാണ് ഈ പരിപാടി മാറ്റിവെച്ചത് അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഭാരത് മാതാവിൻ്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തി അവിടെ തിരി കത്തിച്ചതിന് ശേഷമാണ് ഗവർണർ രാജ്ഭവനിലെ വളപ്പിലേക്ക് പോയി 5 തൈകൾ നട്ടത്. അതിന്റെ ചിത്രങ്ങൾ അല്പസമയം മുമ്പ് രാജ്ഭവൻ പുറത്തുവിടുകയും ചെയ്തു. സുജയ, നേർക്കുനേർ നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ. ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നേരത്തെ ഉള്ളതാണ്. അതിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഈ പരിപാടി നടത്തുക എന്ന നിലപാടിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് പരിപാടി മറ്റൊരിടത്തേക്ക് മാറ്റാൻ, സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചത്. ഇപ്പോൾ ചിത്രങ്ങൾ അടക്കം പുറത്തു വന്നിരിക്കുകയാണ്.